സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ദിവസം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആശംസിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ എല്ലാ ദിവസവും സന്തോഷം ഉണ്ടാവട്ടെ, സ്നേഹം ഉണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ എന്നൊക്കെ പറയുമ്പോഴും എന്താണെന്നറിയില്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെ തേടിയെത്തുന്ന വാർത്തകളൊന്നും സന്തോഷം നിറയ്ക്കുന്നതല്ലേ പലപ്പോഴും. ഈ അടുത്തിടെ നമ്മൾ ഈ അറിയുന്ന സംഭവങ്ങളൊക്കെയും അത്രമേൽ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും പലതും കേട്ടുകേഴ്വി പോലും ഇല്ലാത്തതായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അതായത് ഹിംസ, അത് അത്രമേൽ വലിയൊരു പ്രശ്നമായി തന്നെ നമ്മുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അരിസ്റ്റോട്ടലിന്റെ ഒരു വാചകമുണ്ട്: 2 ശരീരങ്ങളിൽ ഒരാത്മാവ് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് സൗഹൃദം. പരസ്പര സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും ചേർത്തു നിർത്തലുകളോടെയും ഒക്കെ മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ, അല്ലേ? നമ്മൾ ഈ നാട്ടുഭാഷയിലൊക്കെ പറയുന്നത് പോലെ നാളെ മരിച്ചു പോകുന്ന മനുഷ്യരല്ലേ നമ്മളെല്ലാം. എന്തിനാണ് ഈ പകയും വെറുപ്പും ഒക്കെ? അപ്പോൾ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ സൗഹാർദ്ദത്തിന്റെ അവസ്ഥ നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വാർത്താ പ്രഭാതം അങ്ങ് അടിപൊളിയായിട്ട് തുടങ്ങാം.